നമസ്തേ. ഇന്ന് നമ്മൾ നോക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള റീഡിയാണ്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അവരുടെ എന്നെ കാണുന്ന ആളുകളുടെ കറണ്ട് എനർജി എന്താണെന്നും അവരുടെ കൂടെയുള്ള മറ്റേ ആളുടെ എനർജി എന്താണെന്നും യൂണിവേഴ്സ് അവരോട് എന്താ പറയുന്നത് എന്നുള്ളൊരു കാർഡാണ് നോക്കുന്നത്. ഫസ്റ്റ് എന്നെ കാണുന്ന ആളുടെ എനർജി എന്ന് പറഞ്ഞാൽ ഹെയറോഫൻ്റ് എന്ന് പറഞ്ഞൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഹെയറോഫൻ്റ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ആൾ. ആ റിലേഷനിൽ എന്താണോ വേണ്ടത് അതിനെ കരുതലോടെ കൈകാര്യം ചെയ്യുന്നയാൾ, പ്രതിബദ്ധതയുള്ള ആൾ, ആ ബന്ധത്തിനോടും സ്നേഹത്തോടെയുള്ള കാര്യങ്ങളെല്ലാം പ്രതിബദ്ധത കീപ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എന്നെ കാണുന്നയാളുടെ എനർജി വരുന്നത്. മറ്റേയാളുടെ എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഏസ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞ എനർജിയാണ്. ഇതും വളരെ തന്നെ അനുകൂലമായിട്ടുള്ളൊരു കാർഡാണ്. അദ്ദേഹത്തിൻ്റെ എനർജി, അതായത് സ്ത്രീയോ പുരുഷനോ ആരായാലും മറ്റേ ആളുടെ എനർജി എന്ന് പറഞ്ഞാലും ഏസ് ഓഫ് വാണ്ട്സ് ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പ്രതിബദ്ധതയോടെ മുന്നോട്ട് നയിക്കാനുള്ള ആർജവമുള്ള, അത് വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പവറുള്ള ആ വ്യക്തിയാണ്. ഒരു പക്ഷേ വിവാഹ ബന്ധത്തിലായിരിക്കുന്നവരാണെങ്കിലും അതല്ല വിവാഹം കഴിക്കാൻ പോകുന്നവരോ സ്നേഹിക്കുന്നവരോ ഒക്കെ ആണെങ്കിലും അവർ പരസ്പരം ശരിക്കും ഒരു പൂരകമായിട്ട് തോന്നാം മറ്റേയാളുടെ. അതേപോലെ തന്നെ അയാൾ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നു, ജീവിതത്തിനോടും സ്നേഹത്തോടും പ്രതിബദ്ധത കാണിക്കുന്നു. ഇദ്ദേഹമാണെങ്കിലും അവരും അതുപോലെ തന്നെ ആ ഒരു ഏറ്റെടുത്ത കാര്യം മുന്നോട്ട് നയിക്കാനുള്ള പവറും മനസ്സും എല്ലാം ധൈര്യവും എല്ലാം ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. യൂണിവേഴ്സ് എന്താ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അതൊരു വിജയത്തിലേക്ക് തന്നെയാണ്. നിങ്ങൾ നിരന്തരമായ നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹബഹുമാനങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്ക് തന്നെ എത്തിക്കും. നിങ്ങൾ എവിടേക്കാണോ എത്തേണ്ടത് അവിടേക്ക് എത്തിക്കും. അതിന് വേണ്ടിയിട്ടുള്ള നിരന്തര ശ്രമങ്ങൾ ആവശ്യമാണ്. ജീവിതത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. ശ്രദ്ധ എവിടെയൊക്കെ കൊടുക്കണം, പരസ്പര ബഹുമാനം, ഇതെല്ലാം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ജീവിതം ആസ്വദിക്കാൻ പറ്റിയ തരത്തിൽ നല്ല വിജയത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്നവർ ഇതിൻ്റെ എനർജി നിങ്ങളിലേക്ക് സ്വീകരിക്കുക. ഒരു കമൻ്റായിട്ടോ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ ചെയ്തിട്ട് അതിനെ എങ്ങനെ നിങ്ങൾ വിലയിരുത്തും എന്നുള്ള കാര്യം പറയാം. താങ്ക് യു വെരി മച്ച്.